നമസ്കാരം. ഒരു പിടി കുഞ്ഞം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 11, 12 PM. മാസപ്പടി കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേൽ മറുപടി സത്യവാങ്മൂലം വീണ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നതെന്നും ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്നും മാസപ്പിടിയിൽ CBI അന്വേഷണം വേണ്ടെന്നും ആരോപണങ്ങൾ ബാലിശവും അടിസ്ഥാനമില്ലാത്തതാണെന്നും പൊതുതാൽപര്യ ഹർജി തന്നെ ബോധപൂർവം തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്നും എക്സാലോജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ ആരോപിക്കുന്നു. നടിയും മോഡലുമായ ലീന മറിയ പോളിന് തിരിച്ചടി. തനിക്ക് ക്ഷയരോഗമാണെന്നതടക്കം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ലീന മറിയ നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. നിലവിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം ഹർജി നൽകാൻ ലീന മറിയ പോളിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സുകേഷ് ചന്ദ്രശേഖർ സൂത്രധാരനായ 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കൂട്ടുപ്രതിയായ നടിയും മോഡലുമായ ലീന മറിയ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര പശ്ചിമ തീരത്ത് ഇനിയുള്ള 7-8 ദിവസം വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തെക്കൻ ചൈന കടലിൽ ചുഴലിക്കാറ്റ് ഭീഷണിയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുന്നുമുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറി അറബിക്കടലിൽ ചരക്കു കപ്പലിന് തീപിടിച്ചത് അണയ്ക്കാനായില്ല. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞെങ്കിലും കണ്ടെയ്നറുകളിലേക്ക് തീ പടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ മണിക്കൂറുകളായി വെള്ളമൊഴിക്കുന്നുണ്ട്. എന്നാൽ കണ്ടെയ്നറുകളിൽ തീ പടരുന്നത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തീയുടെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് മഴ പെയ്യുന്നതിനാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തീയുടെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ഇതേ രീതിയിൽ വരുന്ന മണിക്കൂറുകളിലും വെള്ളമൊഴിക്കേണ്ടി വരും. കപ്പലിന് കൂടുതൽ ചെരിവ് സംഭവിച്ചിട്ടില്ലെന്നത് ആശ്വാസകരം. 15 ഡിഗ്രി വരെയാണ് ഇടതുവശത്തേക്ക് ചരിവുള്ളത്. ഇതിനിടെ കൂടുതൽ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് എന്ന പരാതി. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ റാഗിംഗ് ഉണ്ടായിട്ടില്ലെന്ന് നവോദയ സ്കൂൾ പ്രിൻസിപ്പൽ ജോളി ടോമി വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് നവലോകം.